ഇന്നലത്തെ ലൈവ് എവിടെ? ഇന്നലത്തെ ലൈവ് ഡിലീറ്റ് ആക്കി. തൊപ്പി ഡൈഡ് ഒന്നും ആവൂല മുത്തേ. നീ എന്നെ പറ്റിക്കല്ല. തൊപ്പി മരിക്കുകയും ചെയ്യില്ല, അത് ഉറപ്പാണ്. ഓനെ ഏതോ കുന്നിന്റെയോ മലന്റെയോ മുകളിൽ കയറി ഒളിച്ചിട്ടുണ്ടാവും. തുപ്പി കേസായല്ലേ? ഞാൻ കണ്ടു, ഞാൻ നോക്കട്ടെ. അല്ലാണെ പരേക്കാണ് ആദബിലായൊരു മലേക്കാണ്. Dreaming of an adult only as ഇത് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്ന് ഞാൻ ഓനോട് കരണ്ട് കാല് പിടിച്ച് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ കേസ് കൊടുത്തോ, പക്ഷെ മമ്മൂനെയും മറ്റേ അസ്പാക്കിനെയും പിള്ളേരെല്ലാം ഒന്ന് ഒഴിവാക്കി തരുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്കൊരു കേസ് കൊടുത്തു DGPക്ക്. ഞാൻ കാണിച്ചു തരാം. അല്ലാണെ പരേക്കാണ് ആദബിലായൊരു മലേക്കാണ്. ഇതാ കണ്ടോ, ഡിഫേമേഷൻ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം മൂപ്പറിപ്പോൾ ഇതായിട്ടുണ്ടാവുക. അതും പിന്നെ എൻ്റെ വണ്ടീൻ്റെ പേരിലുള്ള ഒരു തെഫ്റ്റ് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അർജന്റീന ഓർ ബ്രസീൽ, അതിന് സ്പെയിനും ഇതുമല്ലേ, സൗദി അല്ലേ ഇന്ന് മാച്ച്? ഇന്ന് സ്പെയിനും സൗദി അല്ലേ? സർപ്രൈസ് ഇതാണോ? ഇതൊന്നല്ല സർപ്രൈസ് എല്ലാം വരും. വെയിറ്റ് ആക്ക്. DC റിയാക്ട് ചെയ്യാം. ഇതൊന്നല്ല സർപ്രൈസ്. ഇതെന്താ സർപ്രൈസ്? ഇതൊന്നും സർപ്രൈസ് ഒന്നല്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്നു. ഓൻ എന്ത് ചെയ്തു? ഒരു മിനിറ്റ്. escape on booking.com. എന്റെ ചാനൽ ടെർമിനേറ്റ് ആക്കി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടാന്ന് ഓന്റെ മറ്റേ പാട്ടുണ്ടല്ലോ, ഏതാന്ന് മറ്റേ ഇതുണ്ടല്ലോ, ഏതാന്നാ പാട്ട്? കനവേ മറ്റേ പാട്ടെല്ലാം ഓൻ്റെ 2-3 പാട്ട്. ഓൻ എന്നോട് താഴെന്ന് പറഞ്ഞു ഇത് റിയാക്ട് ചെയ്യണം, ഇതിന് ഹൈപ്പ് ഏറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പാട്ട് ഞാൻ റിയാക്ട് ചെയ്തു. അത് ഗാലറി വിഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കുകയും ചെയ്യും. കള്ള നായ്ക്കൾ, ഗാലറി വിഷൻ എന്ന് പറയുന്ന കള്ള നായ്ക്കൾ ഉണ്ടല്ലോ, ഈ നായ്ക്കൾ ആ പോക്സോ നാറീൻ്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇവന്മാര് എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞു. ഫാസിലോ അങ്ങനെ ഏതോ പറഞ്ഞൊരു നാറിയാണ് ഇത് ചെയ്തത്. ഇവനെല്ലാം കൂടി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. എന്നിട്ട് ഇതായാലും ഇവന്മാർ അത് വെച്ചിട്ട് തന്നെ എന്നെ പണിഞ്ഞ്, മനസ്സിലാ? ഞാൻ പിന്നെ ഓനെ പോലെ അത്ര പെട്ടെന്ന് തന്നെ ലൈവ് ഇതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഓൻ പറഞ്ഞിട്ട് ഞാൻ റിയാക്ട് ആക്കിയ സാധനത്തിന് ഓൻ തന്നെ ഇതടിച്ചിട്ട് തന്നു. 2 കോപ്പിറൈറ്റ്, 2 3-4 എന്തോ അടിച്ച് ചാനൽ ഇതാക്കി തന്നു. നഗ്ന വീഡിയോകളും അശ്ലീല ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് യൂട്യൂബർ തൊപ്പിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് IT നിയമപ്രകാരം കേസെടുത്തത്. ജെവിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജെവിൻ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൊപ്പി ഗ്യാങ്ങിന്റെ ചില സംസാരങ്ങൾ, അവരുടെ ചില ഈ വീഡിയോ ഒപ്പം ചേർന്നുള്ള വീഡിയോക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പിന്നെ ഞാനെന്താ മുഞ്ചാനിരിക്കണം. ഓൻ ഇത്രയും എൻ്റെ പേരിൽ ഒരു 5-10 കേസവും കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? 5-10 കേസവും എൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ അന്നെ വേണമെങ്കിൽ കുടിക്കോ, ബാക്കിയുള്ള 2 പിള്ളേരുണ്ടല്ലോ, ബുദ്ധിയും ബോധവും ഇല്ലാത്ത അസ്പാക്കും മറ്റേ മമ്മും, ഇവൻ്റെ ഒന്നും ഭയങ്കര അവസ്ഥയാണ് ഇവൻ്റെ എല്ലാം. അപ്പൊ ആ പിള്ളേരെ ഇതിന് ഞാൻ വിളിച്ച് ചോദിച്ചു. എൻ്റെ വക്കീലുണ്ട് ഒരുത്തൻ, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് ഈ പറഞ്ഞ പോലെ പിള്ളേരെ ഒഴിവാക്കി തരുമെങ്കിൽ നമ്മൾ ഒരു ഇതാക്കാൻ വരുന്നില്ല, നമ്മൾ ഇത് പിൻവലിക്കാം. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റൂല, നിങ്ങളെ ഊമ്പിക്കും. അപ്പൊ പിന്നെ നമ്മളും കൊടുത്ത്, നമ്മളങ്ങനെ വെറുതെ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം കൊടുക്കേണ്ട ആൾ ഞാനാ. ആദ്യം എൻ്റെ വീഡിയോ എടുത്തിട്ട്, പ്രൈവറ്റ് വീഡിയോ എടുത്തിട്ട് ഒരു മസാല ഇതുപോലെ നിങ്ങളെല്ലാം കൺവിൻസ് ചെയ്ത് ഇതാക്കിയെടുത്തത് ഈ നാറിയാന്ന്, മനസ്സിലായോ? അപ്പോൾ ഞാൻ അങ്ങോട്ട് കേസ് കൊടുക്കാണ്ടിരുന്നതിനെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല, മനസ്സിലായോ? വെറുതെ ഇങ്ങോട്ട് പണിയാൻ നോക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങോട്ട് നമ്മൾ ഇതാക്കി നിന്നതിനെ കൊണ്ട് കാര്യമില്ല. എത്രാമത്തെ എപ്പിസോഡാണ് ചന്ദ്രമായന്റെ? വിമർശനങ്ങളൊക്കെ വന്നിരുന്നു, അതിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ നഗ്ന ഈ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ന്യൂ ഗ്യാങ് എന്തായെന്ന് പറഞ്ഞാൽ നമ്മള് മെമ്പേഴ്സ് സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അതായത്
ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൊച്ചാപ്പി വന്നിട്ടുണ്ട്, എക്സി വന്നിട്ടുണ്ട്. നമ്മളെ 2 ആൾക്കാർ ഇപ്പൊ അവരാന്നുള്ളത്. കൊച്ചാപ്പിയും എക്സിയും MRC പുറത്ത് ഇതാക്കിയ ഇറങ്ങിയ ആൾക്കാരാണ് അവർ. ആദ്യമേ ഈ പറഞ്ഞ അടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് ബുദ്ധി ഉള്ളതുകൊണ്ട് ഇറങ്ങിയ ഒരാളാണ് കൊച്ചാപ്പി. അപ്പൊ കൊച്ചാപ്പി ഇറങ്ങിയത് കൊണ്ട് കൊച്ചാപ്പി വന്നു. കൊച്ചാപ്പിനെ നമ്മൾ ലൈവിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കൊച്ചാപ്പി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ബാക്കിയുള്ള ആൾക്കാരും കൂടി. കൊച്ചാപ്പി ഒരു അടിപൊളി മെമ്പറാണ്, നല്ല ഗൺ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോ ബാക്കിയുള്ള ആൾക്കാർ വരും, മനസ്സിലാവും. ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ വെയ്യ വരും. ഒരു 1 month 2 monthന്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് ഓരോരോ ആൾക്കാരായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്ലോട്ട് ഫുള്ളായി. അറിയാം ബ്രദർ എല്ലാം അറിയാം. ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, മനസ്സിലാവും. അങ്ങനെ ആക്കാനാണ് നമ്മളെ പ്ലാന്. അപ്പോ ബാക്കി നമുക്ക് നോക്കാം, ബാക്കി നമുക്ക് എന്താന്നുള്ളത് നോക്കാം. ചുമത്തി കേസ് എടുത്തിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളടക്കം കാണുന്ന ഒരു ചാനൽ പ്ലെയിൻ GTA ജയിൽ, അത് നമുക്ക് നോക്കാം. അല്ല, ജയിലിൽ പോവാന്ന് വെച്ചാൽ ജയിലിൽ പോവാടാ. കാരണം എൻ്റെ ഡ്രഗ് റിപ്പോർട്ട് നാളെ ഞാൻ വ്ളോഗ് വരുന്നുണ്ട്. എൻ്റെ ഡ്രഗ് റിപ്പോർട്ടിന്റെ വ്ളോഗ് ഞാൻ നാളെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണും, മനസ്സിലാ. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാക്കും. നമുക്ക് എന്തായാലും എൻ്റെ കാര്യങ്ങൾ തെളിയിച്ചേ പറ്റും, മനസ്സിലാ. കുറെ ഞാൻ ഡൗൺ ആയിട്ടിരുന്നു, കുറെ സങ്കടപ്പെട്ടിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ കരയാനും പോയിട്ട് ചാടാ നാറി എന്ന് പറയാനും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഊമ്പിക്കാനും കുറ്റം പറയാനും നടക്കുന്ന കുറച്ച് കുണ്ണകളുണ്ട്. ഈ കുണ്ണകളൊന്നും നമുക്ക് ചെലവിന് തരാൻ പോകുന്നില്ല, മനസ്സിലാ. ഇവന്മാരെല്ലാം ഈ വന്ന് ഓൺലൈനിൽ തെറി വിളിക്കലും ഇതാക്കും അല്ലാണ്ട് ഇവന്മാരൊന്നും ഒരു മൈലും ഒരു ഉപകാരത്തിനും ഒരു 5 ഉറുപ്പ്യന്റെ ഉപകാരത്തിന് ഈ കുണ്ണകളെത്തൂല. അതുകൊണ്ട് ഇവനെല്ലാം വെച്ച് ഇവനെല്ലാം പറയുന്നതും കേട്ട് ഡൗൺ ആയിട്ട് ഇരുന്നാണ്ടല്ല ആടി ഇരിക്കായി. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവനെല്ലാം പറയുന്നത് എന്താന്ന് വെച്ചാൽ പറയട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, എൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, അത് വയ്യ കാണും. അതുമായിട്ട് ഞാൻ മുമ്പോട്ടേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ കണ്ട കുണ്ണകളെ പട്ടികൾക്കൊന്നും റിപ്ലൈ കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ഓക്കെ, ചാനലാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ, എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? ഓക്കെ ആയിരിക്കും, എല്ലാം സെറ്റ് ആവും. താങ്ക് യു അനു 112. താങ്ക് യു. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ പോലും ഞാൻ എൻ്റെ ഇൻസ്റ്റ കാണിച്ചു തരാം. എത്ര ആൾക്കാർ തെറി വിളിച്ചു, എത്ര ആൾക്കാർ കൂടെ ഉണ്ടാവരെതിരായി എല്ലാം ഞാൻ കാണിച്ചു തരാം, മനസ്സിലാവും. അപ്പൊ ഈ പ്രശ്നം വരുമ്പോൾ നമുക്കൊരു ആരൊക്കെ കൂടെ ഉണ്ടാവും എന്താന്നൊക്കെ നമുക്ക് അറിയാം, മനസ്സിലാവും. ഈ ഫസ്റ്റ് മുതൽ എൻ്റെ കൂടെ ഉണ്ടായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സാമി, ഈ പറഞ്ഞ പോലെ കൊച്ചാപ്പി, കുറച്ച് ആൾക്കാർ അവരൊക്കെ ഇപ്പം ഇതായിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ കാര്യങ്ങൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, മനസ്സിലാവും. അവരൊന്നും ഈ മസാല ഇതിൽ നിൽക്കാത്ത ആൾക്കാർ. അതായത് ഒരു മസാല സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുന്നു, അതായത് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടുന്നു, ആ സാധനം ഇട്ടെന്നിട്ട് പിന്നെ ഓൻ തെളിവൊന്നും കാണിച്ചില്ല. പിന്നെ അവൻ്റെ വായിൻ്റെ ഇതിൽ നിങ്ങൾ വിശ്വസിച്ചു. ഈ സംഭവം എനിക്കും ചെയ്യായിരുന്നു. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഡ്രഗ് ടെസ്റ്റ് ഹെയർ വെച്ച് ചെയ്യണമെന്നോ, എവിടെ ഹെയർ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ ബ്ലഡ് ടെസ്റ്റും ആണെന്നുള്ളത്, യൂറിൻ ടെസ്റ്റും ആണെന്നുള്ളത്. പെട്ടെന്ന് കിട്ടുന്ന യൂറിൻ ടെസ്റ്റാന്ന് പറഞ്ഞു. ഇനിയിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ എവിടെയെന്ന് വെച്ചാൽ ബ്രോ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഇനി മുടി പരിശോധിക്കണേ, ഞാൻ എൻ്റെ മുടി മുറിച്ചിട്ട് ഞാൻ കൊറിയർ അയച്ചു തരാം. ബ്രോ എവിടെയെന്ന് വെച്ചാൽ അയക്കും. ഓക്കെ, ഇത് IT നിയമപ്രകാരം IT നിയമം 66 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ROG എന്നാണോ ന്യൂ ഗാങ്ങിന്റെ നെയിം? അതായിരിക്കും, ROG തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് നമ്മളത് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാ. ROG എന്ന് പറയുന്നത് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാ. തൊപ്പിക്കെതിരെ ഇപ്പോൾ എന്നെ മോഡാക്കാം ബ്രദർ. ആയിരിക്കാം മെസ്സേജ് അയക്കണ്ടേ? ഒരാളുണ്ട്, ലൈവ് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നോക്കാൻ പറ്റുമോ അറിയില്ല, ഞാൻ ഇതാക്കാം. നിലവിൽ തൊപ്പി മാത്രമാണ് ROG ഫുൾ ഫോം എനിക്ക് അറിയില്ല. ഫുൾ ഫോം കണ്ടുപിടിക്കണേ, ഞാൻ പെട്ടെന്നൊരു പേരിട്ടതാണ്. പ്രതി തൊപ്പിക്കെതിരെ കേസെടുത്തത്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ശ്രീജിത്ത് പെരുമനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പരുമായിട്ട് ഇതാക്കിയതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സത്യം ജയിക്കണം, ഞാൻ ജയിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മസാല ഇതും ബാക്കിയുള്ള പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ മെജോറിറ്റിയോ വെച്ചിട്ടല്ല ഇവിടെ ജയിക്കേണ്ടത്, മനസ്സിലായോ. ഇവിടെ മൈനോറിറ്റിക്കും ഈ പറഞ്ഞ പോലെ ഇതായിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ ജീവിക്കണം, ഇതാക്കണം. അല്ലാണ്ട് അങ്ങനെ പൈസ ഉള്ളവരും ഇതുള്ളവരും മാത്രം ഇവിടെ ജീവിച്ചാലും ഇതാക്കിയാലും പോരാ. നേരത്തെ തന്നെ അഞ്ജലി പറഞ്ഞ പോലെ തൊപ്പിക്കെതിരെയും തൊപ്പി സംഘത്തിനെതിരെയും മമ്മൂനെ വിളിക്കുന്ന കുണ്ണയപ്പ, നിന്റെ അച്ഛനുണ്ടല്ലോ അർജുനെ നിന്റെ അച്ഛനെ കൊണ്ട് ഇവിടെ കടത്ത്, ഞാൻ അയാളിട്ട് പണിത്തരാം. ഓക്കെ, ഉള്ള ഒരു അന്വേഷണം സംസ്ഥാനത്തെ പോലീസ് തുടങ്ങിയിരുന്നു. അത് ഈ പറഞ്ഞ വ്യാപകം. ഇത് നോക്കി ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്താ പറയാ, ഒരു പക്ക ഈ പറയുന്ന ഇതിനുള്ള പോലത്തെ ഫോട്ടോ. ഇതെന്തോ ഒരു ഇതിന് നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തതാണ്. ഇതാണ് ഇപ്പൊ എല്ലാ ന്യൂസ് ചാനലും ഇടുന്നത്. അതായത് എന്തോ ഒരു ആഭ്യന്തര കുറ്റവാളികളെ പോലെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. കാരണം ഇതുണ്ട്, എന്താ പറയാ, ഗണ്ണുണ്ട്, കാര്യങ്ങളുണ്ട്. പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒപ്പം എനിക്ക് നിന്നോട് ക്രഷാ പ്രത്യുഷ്. വേണ്ട ബ്രദർ, വേണ്ട.
റിപ്പബ്ലിക് ഓഫ് ഗെയിമിംഗ് എന്ന് ടഫ് ഓൾറെഡി ഒരു ബ്രാൻഡ് ഉണ്ട് ആണോ? അല്ല, നമുക്കിത് വേറെ ഇതിലായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. അടുക്ക ഞാൻ കാണട്ടെ. മറ്റ് ലഹരി ഉപയോഗം അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിലായിരുന്നു അന്വേഷണം. അതിനിടയിലാണ് ഇങ്ങനെ ചില വീഡിയോ, സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലുമൊക്കെ തൊപ്പി പ്രചരിപ്പിച്ചതായിട്ട് പോലീസ് തെളിവ് സഹിതം കണ്ടെത്തുകയും പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. തുപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരുടെ വീഡിയോയാണ് യൂട്യൂബിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഉടനെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നിലവിലെ ഈ സെക്ഷൻ GTA ഗാങ് അപ്ലിക്കേഷൻ കൊടുത്തു. അപ്ലിക്കേഷൻ ഇന്നലെ ക്ലോസ് ആയടാ. ഇന്നലെ മിന്നാന്നെന്തുമായിട്ട് ക്ലോസ് ആയി. അപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ഇപ്പൊ ഇതില്ല, മനസ്സിലായോ? നമ്മളിപ്പോ ഞാനും കൊച്ചാപ്പിയും എക്സിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ വരണം, മനസ്സിലായോ? കുറെ ആൾക്കാർ വരാന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് കുറെ ആൾക്കാർ പോയി, തെറ്റിദ്ധാരണകളും കാരണങ്ങളെല്ലാം കൊണ്ട് അവര് പോയി. സോ ഇനി പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ വരണം, അത് വരും. അങ്ങനെ ഒരു ഇതില് ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവര് വന്നിട്ട് നമ്മൾക്ക് സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്ത് ഓരോരാളായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഗാങ് സ്ലോട്ട് ഇടാം. ഒരു 1 month 2 monthന്റെ ഉള്ളിൽ നമുക്ക് ഇടാം. അനുസരിച്ച് IT നിയമം അനുസരിച്ചുള്ള കുറ്റത്തിന് 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ DC ചെയ്യാം പിഴയോ, ഇത് ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ്. തൊപ്പിക്കെതിരെ ഇതാദ്യമായിട്ടല്ല പോലീസ് നടപടി ഉണ്ടാകുന്നത്. നേരത്തെയും അതറിയാം. ഇവന്റെ ഈ സംഭവം എല്ലാ സ്റ്റേഷനിലും പോയിട്ട് ഇപ്പോൾ ഓരോരോ ആൾക്കാർ പരാതി കൊടുക്കുന്നുണ്ടാവില്ലേ? അതായത് ഇത് പബ്ലിക്കായിട്ട് ഇതിന് പരാതി കൊടുക്കാം. അപ്പൊ പബ്ലിക്കായിട്ട് പരാതി കൊടുക്കാൻ പോകുമ്പോൾ പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. അതായത് പേര് പറഞ്ഞാൽ മതി. തൊപ്പി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഈ പറഞ്ഞ ഇതിൽ ഓൾറെഡി കുറെ പെണ്ണ് കേസും പരിപാടി കേസും മറ്റേ കേസിലായിട്ട് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ട വന്നില്ല. വീടിന്റെ ഡീറ്റെയിൽസോ ഫോൺ നമ്പറോ പരിപാടി ഒന്നും എടുക്കേണ്ട വന്നില്ല. എല്ലാം അവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. 2-3 തവണ പോലീസ് തൊപ്പിക്കെതിരെ നടപടി എടുത്തിരുന്നു. ഒരു തവണ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തിരുന്നു. മറ്റൊരു തവണ ഒരു ബസ് ജീവനക്കാർക്കെതിരെ തോക്കു ചൂണ്ടി എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ ഈ പറഞ്ഞതുപോലെ കുട്ടികളടക്കം ഫോളോ ചെയ്യുന്ന 1 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിൽ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയത്. അതിനിടെ ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഈ അടുത്ത് പോസ്റ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോയ്ക്കൊപ്പം തന്നെ അശ്ലീല ദൃശ്യങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. തൊപ്പി എന്തായാലും ഇവിടെ നിലവിൽ തൊപ്പിയെ പോലീസ് വിളിപ്പിച്ചിട്ടില്ല. തൊപ്പി എവിടെയാണ് എന്ന് അന്വേഷിക്കുകയാണെന്നാണ് റൂറൽ പോലീസ് അറിയിച്ചത്. തൊപ്പിയെല്ലാം ഓടി ഏതോ കുന്നിന്റെയോ മലന്റെയോ മുകളിലുണ്ടാവും. എവിടെങ്കിലും കയറി ഓടിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ സംഭവം നടന്ന് വിത്തിൻ സ്പോട്ട് ഓടിയിട്ടുണ്ടാവും. എന്തോ വരാപ്പോയ സ്റ്റേഷനിൽ എന്തോ പോയി പരാതി കൊടുത്തെന്നെന്തോ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നില്ല പോലീസുകാർ പോലും അറിഞ്ഞ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലും ആ സംഭവം നടന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടുന്നോ എന്തോ 2 പേപ്പറും കൊണ്ടുവന്ന് പ്രിന്റും എടുത്ത് എനിക്ക് തോന്നുന്നു എന്തോ സ്റ്റേഷനോ പോലീസുകാരോ ഇത് അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, മനസ്സിലാ? മൂപ്പരെ ഇടുന്നോ ഈ പറഞ്ഞ പോലെ ഒരു പേപ്പർ എടുത്ത് വന്ന് പോലീസുകാരെ ഒന്നിക്ക് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. പോലീസുകാർ അറിയണ്ടാവില്ല ഈ സംഭവം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ചിലപ്പോൾ എടുത്താകത്തുള്ളൂ. അതുകൊണ്ട് പോലീസുകാർ പോലും അറിയാണ്ട് ഈ പറഞ്ഞ പോലെ ഓടിപ്പടച്ച് വീഡിയോ എടുത്തിട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പൊളിഞ്ഞ് എനിക്കിപ്പോ എന്താന്ന് അറിയില്ല. ഫസൽ ഡെത്ത് റിയാലിറ്റി അത് ഞാൻ മറ്റേ ഇവന്റെ ഹക്കീമിന്റെ വീഡിയോ ഉണ്ട് ബ്രദർ. ഞാൻ കഴിയുമ്പോട്ട് അതില് എനിക്ക് തോന്നുന്നില്ല, അതിലൊന്നും യാതൊരു ഇതും ഇല്ലടാ. അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിലൊന്നും ഓനെന്തോ ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ സംഭവം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അതുപോലെ തന്നെയാണ്. അതിലൊന്നും യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇവൻ വീട്ടിലിരിക്കുക, ഇവൻ യൂട്യൂബോ പരിപാടി ഒന്നും ഇല്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവന്റെ പെങ്ങളെ കല്യാണം ഉണ്ടായിരുന്നു. ഇവന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരാഴ്ച 2 ആഴ്ചക്ക് ശേഷം ഫസൽ ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം എന്താ നമുക്ക് ഇന്നും ആർക്കും ഒന്നും അറിയില്ല, മനസ്സിലാ? സോ അതിന്റെ എന്താ നമുക്ക് അറിയില്ല. TRC പോരെ ഗാങ് നെയിം. TRC എന്ന് പറയുമ്പം നമുക്ക് നോക്കാം. KZD കുണ്ടൻ സദോലോകം ആരാ പറയുന്ന നന്ത്രി